ഒരു പക്ഷേ അതൊരു വിവാദമായ കാര്യമാകാം, അല്ലെങ്കിൽ ചേച്ചി എങ്ങനെ അതിനെ റെസ്പോണ്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ല. എങ്കിലും ഞാൻ ചോദിക്കുക, ഞാൻ കുറേ കമൻറ്റുകൾ വായിക്കാറുണ്ട് ഈ ചേച്ചിയുടെ എന്തെങ്കിലും ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു വാർത്തയോ ഒക്കെ വരുമ്പോൾ അവസരങ്ങളെക്കുറിച്ച് തന്നെയുള്ളൊരു എവിടെയോ ഞാൻ വായിച്ചതാണ്, മലയാളത്തിൻ്റെ മെഗാതാരം ചേച്ചിയുടെ അവസരങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചു എന്നൊരു കമൻറ്റ് ഞാൻ ഇങ്ങനെ കണ്ടു. അത് ഞാനും ഈ കമൻറ്റിൽ വായിച്ചു. മമ്മൂക്കേൻ്റെ അവസരം ഇല്ലാണ്ടാക്കാൻ, അവസരമില്ല, മമ്മൂക്കയുടെ ഈഗോ കാരണം അവസരം ഇല്ലാണ്ടാക്കി. അതെനിക്ക് മനസ്സിലായില്ല എന്താണ് അങ്ങനെ എഴുതിയെന്ന്. പക്ഷേ ഞാനും ഇങ്ങനെ കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങനെ ചില പടങ്ങളിൽ നിന്ന് എന്നെ ഒഴിവാക്കിയിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഞാനത് അമ്മയുടെ പ്രസിഡൻ്റായിരുന്ന ഇന്നസെൻ്റ് ചേട്ടനോട് ഞാനത് സൂചിപ്പിച്ചു. ചേട്ടനോട് പറഞ്ഞു, ഒരു അമ്മയുടെ ജനറൽ ബോഡി നടക്കുമ്പോൾ തന്നെ പറഞ്ഞു, ഇങ്ങനെ ഒരു കാര്യമുണ്ട്, ഇങ്ങനെ എല്ലാവരും എന്നോട് പറയുന്നു. അപ്പോൾ പറഞ്ഞു ഞാൻ ചോദിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ചോദിക്കണ്ട, മമ്മൂക്കായും ഉണ്ട് അവിടെ, ജനറൽ ബോഡിക്ക് എല്ലാവരും ഉണ്ടാവും, വേണ്ട ചോദിക്കണ്ട. എനിക്കതിൽ സങ്കടമൊന്നുമില്ല, പിന്നെ പരാതിയില്ല എന്ന് മമ്മൂക്കായോട് പറയണം. കാരണം ഞാനും മമ്മൂക്കായും ഒക്കെ വിശ്വസിക്കുന്ന ഒരു പടച്ചവനുണ്ടല്ലോ, ആ പടച്ചവൻ വിചാരിച്ചാലേ എനിക്ക് എന്തും കിട്ടൂ എന്നാണ് എൻ്റെ വിശ്വാസം. പടച്ചവൻ തരണ്ട എന്ന് വിചാരിച്ച ഒരു സാധനം ആര് വിചാരിച്ചാലും എനിക്ക് തരാനും പറ്റില്ല, അത് തടുക്കാനും പറ്റില്ല. ആ വിശ്വാസത്തിലാണ് ഞാനെന്ന് മാത്രം. ഇല്ല, ഞാനിപ്പോൾ ചോദിച്ചാൽ മതി, വേണ്ട ഇത് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് ഞാനതങ്ങ് ഒഴിവാക്കി. ഞാനും അങ്ങനെ കേട്ടിട്ടുണ്ട്. മാത്രം സത്യം ഉണ്ടെന്ന് എനിക്കറിയില്ല. അല്ല, അതെന്തോ ആയിക്കോട്ടെ, ഈ കമന്റുകൾ ഈ ആൾക്കാരിലേക്ക് എത്തുന്ന ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത് അത് എങ്ങനെ ആൾക്കാർ അറിഞ്ഞു എന്നുള്ളതാണ് എനിക്കറിയാം. സിനിമ ഇൻഡസ്ട്രിയിലുള്ള ഒരുപാട് പേരുണ്ടാവുമല്ലോ. ഇപ്പം നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലമാണല്ലോ. അത് ആ ഒരു സോഷ്യൽ മീഡിയയുടെ കാലത്ത് നമ്മൾ ഇരിക്കുന്നതുകൊണ്ടാണ് ചേച്ചിയുടെ മുമ്പിൽ ഞാനിപ്പോൾ ഇരിക്കേണ്ടിയും വന്നത്. ഈ ഒരു വീഡിയോ വൈറലായി, ആ ഒരു ഫോട്ടോയും വീഡിയോയും കണ്ടതിന് ശേഷം ഞാൻ ആദ്യം പോയി കണ്ടത് കോട്ടയം കുഞ്ഞൻ എന്ന് പറഞ്ഞ സിനിമയാണ്. കാരണം എനിക്ക് വലിയ ഇഷ്ടമാണ്. കിരീടവും ചെങ്കോലും ഒക്കെ നമ്മൾ മാറ്റി നിർത്തുകയാണ്. കാരണം അതിനെക്കുറിച്ച് നമ്മൾ വരുന്നതിന് മുമ്പ് ഞാൻ കോട്ടയം കുഞ്ഞൻ എന്ന് കണ്ടു. കോട്ടയം കുഞ്ഞൻ എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു സിനിമ. കാരണം ഭയങ്കര ഹാപ്പിയാണ് ആ സിനിമ കാണുമ്പോൾ. നമുക്കൊരു അതിൻ്റെ ഫസ്റ്റ് ഇൻട്രോ സോങ് മുതൽ ആ സിനിമ അങ്ങ് വല്ലാതെ രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുക. ആ സിനിമയുടെ സംവിധായകനുമായിട്ടായിരുന്നു ചേച്ചിയുടെ ആദ്യ വിവാഹം. ആ വിവാഹത്തിലും ഈ പറഞ്ഞ ഈ ഒരു മമ്മൂക്കയുടെ ഒരു ഇടപെടലോ മമ്മൂക്കയുടെ ഇഷ്ടമില്ലായ്മ എന്തൊക്കെയോ ഉണ്ടായെന്ന് കേട്ടിട്ടുണ്ട്. ആ ഒരു ഫസ്റ്റ് വിവാഹ ജീവിതത്തെക്കുറിച്ച് ഒന്ന് പറയാമോ? അത് മമ്മൂക്കയുടെ അടുത്ത് എൻ്റെ ഫാദറും പോയി പരാതി പറഞ്ഞു. പിന്നെ സുരേഷ് ഏട്ടൻ്റെ അമ്മയും അച്ഛനും പരാതി പറഞ്ഞു. രണ്ടുപേരും പുള്ളിയെടുത്ത് നിന്നാ പരാതി വന്നു. അപ്പം പുള്ളി രണ്ടുപേരെയും എന്നെ ഉപദേശിക്കാൻ സമയം കിട്ടിയില്ല. പക്ഷെ പുള്ളിയെ വിളിച്ച് ഉപദേശിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത്. പക്ഷെ അത് ആ ഉപദേശം ഫലവത്തായില്ല. ഞങ്ങളുടെ മാരേജ് പെട്ടെന്നങ്ങ് കഴിഞ്ഞു. അപ്പം അതിൽ പുള്ളിക്ക് എന്നോടതൊന്നും പുള്ളി പറഞ്ഞിട്ടില്ല. അത് പറയാനുള്ളൊരു സാഹചര്യവും അങ്ങനെയുള്ളൊരു സംസാരം എനിക്കറിയില്ല. അതിനെക്കുറിച്ച് എനിക്കറിയില്ല.